വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനമിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ 7:30യോടെയാണ് പ്രധാനമന്ത്രി ധ്യാനമിരിക്കാൻ തുടങ്ങിയത്. 45 മണിക്കൂറാണ് ധ്യാനം. കാവ്യവസ്ത്രം ധരിച്ചാണ് അദ്ദേഹം ധ്യാനമിരിക്കുന്നത്. രാത്രി ചൂടുവെള്ളം മാത്രമാണ് അദ്ദേഹം കുടിച്ചത്. പ്രത്യേക മുറിയൊരുക്കിയിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി അത് ഉപയോഗിച്ചില്ല. ധ്യാന മണ്ഡപത്തിൽ നിലത്താണ് അദ്ദേഹം രാത്രി കിടന്നുറങ്ങിയത്. പുലർച്ചെ സൂര്യോദയം കണ്ട ശേഷം പ്രാർത്ഥിച്ചു. നാളെ ഉച്ചയ്ക്ക് ശേഷം ധ്യാനം അവസാനിപ്പിച്ച് തിരുവനന്തപുരം വഴി ഡൽഹിക്ക് മടങ്ങും. കനത്ത സുരക്ഷയിലാണ് കന്യാകുമാരി. കരയിലും കടലിലും കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നാവികസേനയുടെ സുരക്ഷാ ബോട്ടുകൾ സ്മാരകത്തെ ചുറ്റിക്കറങ്ങി. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകളും കടലിൽ പരിശോധനയ്ക്കായുണ്ട്. കരയിൽ 2000-ലധികം പോലീസുകാരാണ് സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളത്. തീരത്തെ ഭഗവതി അമ്മൻ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷമാണ് ഇന്നലെ 6 മണിക്ക് വിവേകാനന്ദ എന്ന ബോട്ടിൽ പ്രധാനമന്ത്രി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരിച്ചത്. വിവേകാനന്ദ സ്മാരകത്തിലേക്ക് സന്ദർശകർക്ക് വിലക്കുണ്ട്. ഇന്നലെ 5:10-നാണ് കന്യാകുമാരിയിൽ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വന്നിറങ്ങിയത്. ഗസ്റ്റ് ഹൌസിൽ നിന്ന് വസ്ത്രം മാറി വെള്ളമുണ്ടും മേൽമുണ്ടും അണിഞ്ഞാണ് പുറത്തേക്ക് വന്നത്. ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ പൂജാരികൾ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. കന്യാകുമാരി ദേവിയുടെ ചില്ലിട്ട ചിത്രവും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ബോട്ടിൽ നിന്ന് ഇറങ്ങി സ്മാരകത്തിന്റെ പടവുകൾ കയറി ധ്യാനമണ്ഡപത്തെ വലം വെച്ച ശേഷം അല്പനേരം പ്രാർത്ഥനയിൽ മുഴുകിയ പ്രധാനമന്ത്രി 7 മണിക്ക് താൽക്കാലിക പാലത്തിലൂടെ നടന്ന് സമീപത്തെ തിരുവള്ളുവർ പ്രതിമയ്ക്ക് മുന്നിലെത്തി പുഷ്പാർച്ചന നടത്തി. വിവേകാനന്ദ പാറയിൽ തിരികെ എത്തി 7:30ഓടെ ധ്യാനവും തുടങ്ങി. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിലുള്ള വാവത്തുറൈ മുനമ്പിൽ നിന്ന് 500 മീറ്ററോളം അകലെ കടലിലായി 2 പാറകളിൽ ഒന്നാണ് വിവേകാനന്ദ പാറ. വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തി കടന്ന് 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ ഇവിടെ ധ്യാനിച്ച് ഇരുന്നിരുന്നു. ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീപാദ പാറ വിവേകാനന്ദ പാറയിലാണുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വമ്പൻ പ്രചരണം കഴിഞ്ഞയുടനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക് തിരിച്ചത്. 2014-ൽ ശിവജിയുടെ പ്രതാപ്ഗഡ് മോദി സന്ദർശിച്ചത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന്റെ തലേ ദിവസമാണ് പ്രധാനമന്ത്രിയുടെ ആത്മീയ സന്ദർശനവും ധ്യാനവും നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കടുത്ത ആത്മവിശ്വാസത്തിലാണ് മോദിയും ബിജെപിയും. ഇതിനോടകം 350 സീറ്റിലധികം നേടിയെന്നാണ് പ്രചാരണത്തിലടക്കം മോദിയും അമിത്ഷായും ഉന്നയിച്ചത്. ഇത്തവണ 400 സീറ്റ് NDA നേടുമെന്നാണ് പ്രചരണത്തിലടക്കം നേതാക്കളും ഉന്നയിച്ചത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 100 സീറ്റ് നേടുമെന്നും പ്രധാനമന്ത്രി അടക്കമുള്ളവർ പ്രചരണത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം BJP 200 സീറ്റിൽ താഴെ പോകുമെന്നാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ NDA നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം താൻ പ്രവചിച്ചതിനു പിന്നാലെ ചിലർ ഭയന്ന് വിറച്ചിരിക്കുകയാണെന്നും വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണെന്നും അത് മനസ്സിനെയും ശരീരത്തെയും ഉന്മേഷത്തോടെ നിലനിർത്താൻ സഹായിക്കുമെന്നും പ്രശാന്ത് കിഷോർ പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു.